10ാം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം ഹയർ സെക്കൻഡറി എന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ പിൻപറ്റി പോകുന്ന ഒരു രീതി. SSLCക്ക് ശേഷം കൂടുതൽ വിദ്യാർത്ഥികളും തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉന്നത പഠനവും തുടക്കം കുറിക്കുന്നത് ഹയർ സെക്കൻഡറിയിലൂടെയാണെന്ന് നമുക്ക് പറയാം. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ ഗ്രൂപ്പുകളായിട്ടാണ് ഹയർ സെക്കൻഡറി കോഴ്സുകളെ വേർതിരിച്ചിട്ടുള്ളത്. ഇതിൽ കൊമേഴ്സ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ പലരും നമുക്കിടയിലുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അതുമല്ലെങ്കിൽ ഇനിയും കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം. എന്താണ് യഥാർത്ഥത്തിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് കൊമേഴ്സിലെ സബ്ജക്റ്റുകൾ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? കൊമേഴ്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ബിസിനസ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വിശദീകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ബിസിനസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരക്കേറിയത് എന്നാണ്. തിരക്ക് എന്ന് അർത്ഥം വരുന്ന ബിസി എന്ന വാക്കിൽ നിന്നുമാണ് ബിസിനസ് എന്ന പദം രൂപം കൊണ്ടത്. ഇതിനെ ഒരു പ്രായോഗിക അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥിരമായി ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലുകളെയും ബിസിനസ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വിൽപ്പനക്കായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വാങ്ങിക്കുന്നതും ബിസിനസ്സാണ്. അതുപോലെ സാധനങ്ങൾ കൈമാറുന്നതും ഒരു ബിസിനസ്സാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സേവനങ്ങൾ നൽകുന്നതും ഒരു ബിസിനസ്സായി നമുക്ക് കണക്കാക്കാം. ഓരോ സമൂഹത്തിലെയും ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്, അല്ലെങ്കിൽ വിവിധ തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഈ ഓരോ പ്രവർത്തനങ്ങളെയും ബിസിനസ് എന്ന വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് സാമ്പത്തിക പ്രവർത്തനങ്ങൾ, രണ്ട് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസ്? പണം സമ്പാദിക്കുന്നതിന് അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം കൊണ്ട് അളക്കാവുന്ന എന്തെങ്കിലും പ്രത്യുപകാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തി ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബസ് ഡ്രൈവർ തൻ്റെ ബസ്സുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുന്നതും, അധ്യാപകൻ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നതും, ഡോക്ടർ തൻ്റെ രോഗികളെ പരിചരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും, ഒരു വക്കീൽ തൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് വാദിക്കാൻ പോകുന്നതുമെല്ലാം ഉപജീവനത്തിനാവശ്യമായ ധനം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തികളെയെല്ലാം തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തേത് സാമ്പത്തികേതര പ്രവർത്തനങ്ങളാണ് അഥവാ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു വ്യക്തി തൻ്റെ മാനസികമായ സംതൃപ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മതപരമോ സാമൂഹികമോ ആയ കടപ്പാടുകൾ നിറവേറ്റുന്നതിന് വേണ്ടിയോ, അതുമല്ലെങ്കിൽ സ്നേഹം, കരുണ, രാജ്യസ്നേഹം പോലുള്ള വൈകാരിക തലങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതോ ആയ പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ദരിദ്രരെയും അഗതികളെയും സഹായിക്കുന്നതും, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്നതും, ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾക്കായി സന്ദർശനം നടത്തുക എന്നതും ഒന്നും തന്നെ പ്രത്യക്ഷത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതല്ല. അതുപോലെ തന്നെ ഭൗതികാവശ്യങ്ങൾ നിറവേറ്റുക എന്നതും ഇത്തരം പ്രവർത്തികളുടെ ലക്ഷ്യങ്ങളല്ല. ഈ പ്രവർത്തികൾ ഒന്നും തന്നെ പണത്തിൻ്റെ ഭാഷയിൽ കണക്കാക്കാനാവുകയുമില്ല. എന്നു മുതലാണ് മനുഷ്യൻ ഇത്തരം സാമ്പത്തികവും സാമ്പത്തികേതരവുമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യൻ എന്നു മുതലാണ് ബിസിയായി മാറിയത്? ഇതിൻ്റെ ഉത്തരമായിട്ട് മനുഷ്യൻ ഉണ്ടായത് മുതൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ
ആദിമ മാനവ ചരിത്രത്തെ പൊതുവെ ശിലായുഗം, ലോഹശിലായുഗം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആദ്യത്തെ വാസസ്ഥലം വടക്കേ അർദ്ധഭൂഖണ്ഡമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇക്കാലയളവിൽ അവർ ഗുഹകളിലും മറ്റും കൂട്ടമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. വേട്ടയാടി മൃഗങ്ങളെ കൊല്ലുകയും പച്ചമാംസ്യം ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവർ വിശപ്പടക്കിയിരുന്നതെങ്കിൽ പിന്നീട് തീയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പാറകളുടെയും മരങ്ങളുടെയും ഭാഗങ്ങൾ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുകയും ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇക്കാലയളവിലെ മനുഷ്യൻ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടതായി കരുതപ്പെടുന്നില്ല. പിന്നീടുണ്ടായ ചില പരിണാമഘട്ടങ്ങൾക്ക് ശേഷം മനുഷ്യൻ ലോഹങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചു. ഇതിലൂടെ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിനായി നദീതീരങ്ങളിൽ അവൻ വാസമുറപ്പിച്ചു. അവിടെ വീടുകൾ ഉണ്ടാക്കി താമസം ആരംഭിച്ചു. ഇത് നാഗരിക സംസ്കാരങ്ങൾ രൂപം കൊള്ളാൻ കാരണമായി. അങ്ങനെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും അതുപോലെ സിന്ധു നദീതട സംസ്കാരവുമെല്ലാം രൂപം കൊണ്ടു. ഏറെക്കുറെ ഇക്കാലയളവിൽ വളർന്നു വന്നേക്കാവുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മുൻഗാമിയായി കണക്കാക്കാൻ സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. എന്തായിരുന്നു ബാർട്ടർ സമ്പ്രദായം? പഴയ കാലത്ത് മനുഷ്യൻ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് കൈമാറ്റം ചെയ്തിരുന്നത്. അഥവാ പണത്തിൻ്റെ അഭാവത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഈ ഒരു രീതിയെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ബാർട്ടർ സമ്പ്രദായത്തിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ അഥവാ പൊതുമൂല്യ അളവിൻ്റെ അഭാവം എന്നത്. മൂല്യം അളക്കാനുള്ള ഒരു പൊതുമാനദണ്ഡം ബാർട്ടർ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല. ഓരോ സാധനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് വ്യത്യസ്ത അളവ് തോതിലായിരിക്കും. ഇത് ബാർട്ടർ സമ്പ്രദായത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. അതുപോലെ നാഗരിക സംസ്കാരങ്ങൾ രൂപപ്പെട്ടതോടുകൂടി മനുഷ്യൻ്റെ ആവശ്യങ്ങളും പെരുകാൻ തുടങ്ങി. കമ്പോളത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ എണ്ണവും അളവും വർദ്ധിക്കാൻ തുടങ്ങി. ഇത് പണത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് മനുഷ്യനെ നയിച്ചത്. ഒരു വിനിമയ മാധ്യമമെന്ന നിലയിൽ സമൂഹം പൊതുവായി അംഗീകരിച്ചിട്ടുള്ളതും അളവിൻ്റെ ഘടകമായി പ്രവർത്തിക്കുന്നതും മൂല്യം സമാഹരിക്കുന്നതും ആയ ഏതൊന്നിനെയും പണം എന്ന് നിർവചിക്കാം. പ്രൊഫസർ വാക്കർ പറഞ്ഞതുപോലെ പണം ചെയ്യുന്നതെന്തോ അതാണ് പണം എന്ന് ചുരുക്കി പറയാം. പണത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി മനുഷ്യൻ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ആരംഭിച്ചു. ലോകം വികസിക്കാൻ തുടങ്ങി. പണം ഉപയോഗിച്ചുള്ള കൈമാറ്റങ്ങൾ തുടങ്ങിയതോടെ പുതിയ സാമ്രാജ്യങ്ങൾ രൂപം കൊണ്ടു. ഇത് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ബലാബലത്തിലേക്ക് നയിച്ചു. അഥവാ മറ്റു സാമ്രാജ്യങ്ങളെക്കാൾ സാമ്പത്തികമായി മുന്നേറണമെന്ന് ഓരോ സാമ്രാജ്യത്വ ശക്തികളും കരുതിപ്പോന്നു. ഇതിനിടയിലും മനുഷ്യൻ സാമ്പത്തികമായുള്ള മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് പണം നേടുക അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം കൊണ്ട് അളക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 വിശാല വിഭാഗങ്ങളായി തരംതിരിക്കാം. 1 ബിസിനസ്, 2 പ്രൊഫഷൻ, 3 തൊഴിൽ. എന്താണ് ബിസിനസ്? വാട്ട് ഈസ് ബിസിനസ്? ബിസിനസ്സിനെ ഒരു വിശാല അർത്ഥത്തിൽ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ബിസിനസ്സിനെ കുറച്ചുകൂടെ സൂക്ഷ്മമായി നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് റെഗുലർലി വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ്. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തുകയും അതുപോലെ സേവനങ്ങൾ നൽകിക്കൊണ്ടും നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് ബിസിനസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനുഫാക്ചറിങ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ട്രേഡിംഗ് അത് വിൽപ്പന നടത്തുക, മൈനിങ് ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കുക, അതുപോലെ ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ് തുടങ്ങിയവ ബിസിനസ് ആക്ടിവിറ്റികളുടെ ഉദാഹരണങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനമാണ് പ്രൊഫഷൻ. വാട്ട് ഈസ് പ്രൊഫഷൻ? A profession may be defined as an occupation which involves the rendering of personal service of a special and expert nature. പ്രത്യേക പരിജ്ഞാനവും പരിശീലനവും ഉണ്ടായിരിക്കേണ്ടതും വ്യക്തിഗതമായ സേവനം ആവശ്യമായിട്ടുള്ളതുമായ തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗമാണ് പ്രൊഫഷൻ. നിയമജോലിയെടുക്കുന്ന വക്കീലുമാർ, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ,
കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ തുടങ്ങിയവർ ഇത്തരം പ്രൊഫഷനുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഉള്ളവരെ പ്രൊഫഷണൽസ് എന്നാണ് സാധാരണയായി വിളിക്കുന്നത്. ഇത്തരം പ്രൊഫഷണൽസ് പ്രത്യേകതരം സേവനങ്ങൾ സമൂഹത്തിന് വാഗ്ദാനം ചെയ്യുകയും അതിന് പ്രതിഫലമായി ഫീസ് ചുമത്തുകയും ചെയ്യുന്നു. ഇതിനായി അവർ അവരവരുടെ മേഖലയിൽ പ്രത്യേകം പരിജ്ഞാനം സിദ്ധിച്ചവരായിരിക്കണം. അതുപോലെ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ അഥവാ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, വക്കീലാണെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അക്കൗണ്ടന്റുമാരാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകൾ നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരായിരിക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വിഭാഗമാണ് തൊഴിൽ അഥവാ എംപ്ലോയ്മെൻറ്റ്. വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്? Employment refers to an occupation where a person works for someone else under an agreement or rules of service in return for remuneration. The person who works in like factories, banks, offices, government departments is known as employee, and the remuneration he gets is salary or wages. The person or organization which provides work is called employer. ഒരു വ്യക്തി ഒരു സേവന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത തുക വേതനം കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിനെയാണ് തൊഴിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൊഴിൽ നൽകുന്നയാളെ എംപ്ലോയർ എന്നും തൊഴിലെടുക്കുന്ന വ്യക്തിയെ എംപ്ലോയി എന്നും വിശേഷിപ്പിക്കാം. കൂടാതെ ഇവർക്ക് നൽകുന്ന റെമ്യൂണറേഷൻ അഥവാ വേതനത്തെ സാലറി, വേജസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഫാക്ടറികൾ, ഓഫീസുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയിൽ ജോലിയെടുക്കുന്നവർ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്ന് പറയാം. അഥവാ ഇവിടങ്ങളിൽ പണിയെടുക്കുന്നവരെ എംപ്ലോയീസ് എന്ന് വിശേഷിപ്പിക്കാം. ഇവർ മാനേജർ, ക്യാഷ്യർ, ക്ലർക്ക്, പ്യൂൺ, ഗാർഡ് തുടങ്ങി വ്യത്യസ്ത തസ്തികകളിൽ പ്രവർത്തിക്കുന്നു. പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങളായ ബിസിനസ്, പ്രൊഫഷൻ, തൊഴിൽ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ബിസിനസ്, പ്രൊഫഷൻ, തൊഴിൽ എന്നിവയെക്കുറിച്ചുള്ള താരതമ്യ പഠനത്തിലേക്ക് കടക്കാം. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബിസിനസ്. എൻ്റർപ്രണേഴ്സ് ഡിസിഷൻസ് ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസസറി. സംരംഭകൻ്റെ തീരുമാനവും നിയമപരമായ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ഒരു പ്രൊഫഷനോടാണ് താല്പര്യമെങ്കിൽ പ്രൊഫഷണൽ സ്ഥാപനത്തിൽ അംഗത്വമെടുത്താൽ മതിയാവും. മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസസ്. ഇനിയൊരു എംപ്ലോയ്മെൻറ്റിനോടാണ് താല്പര്യമെങ്കിൽ അവിടെ ഒരു സേവന കരാറിൻ്റെ ആവശ്യം മാത്രമാണുള്ളത്. ആൻ എംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഹാസ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആൻഡ് സർവീസ് അഗ്രിമെൻറ്റ് ഇറ്റ് സെൽഫ്. അടുത്തതായി നാച്ചർ ഓഫ് വർക്ക്സ്. ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം അല്ലെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽക്കലും ഉൾപ്പെടുന്നു. പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ദ പബ്ലിക്. ദീസ് ആർ ദ വർക്ക്സ് ഇൻക്ലൂഡഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി. നെക്സ്റ്റ് വൺ പ്രൊഫഷൻ. റെൻഡറിങ് ഓഫ് പ്രൊഫഷണലൈസ്ഡ് എക്സ്പേർട്ട് ആൻഡ് സർവീസസ്. ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വ്യക്തിഗത വിദഗ്ധ സേവനത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ്. എന്നാൽ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തൊഴിൽ ഉടമ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക എന്നതാണ്. പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസസ്. ദിസ് ഈസ് ദ നാച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അടുത്തത് ഓരോ പ്രവൃത്തിക്കും വേണ്ട യോഗ്യതകൾ അഥവാ ക്വാളിഫിക്കേഷൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഔപചാരികമായ യോഗ്യതകളുടെ ആവശ്യമില്ല. നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി ഫോർ ദ ബിസിനസ് പർപ്പസ്. എന്നാൽ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ദർ ഹാവ് എക്സ്പേർട്ട് ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെസിഫൈഡ് ഫീൽഡ് ഈസ് എ മസ്റ്റ്. ഒരു പ്രൊഫഷൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്രൊഫഷണൽ യോഗ്യതയും പരിശീലനവുമാണ്. അഥവാ ഒരു പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യത എന്താണോ അത് ഉണ്ടായിരിക്കണം. അഥവാ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട പരിശീലനവും ഈ പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമാണ്. ഇനിയൊരു എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ. ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലുടമ കൽപ്പിച്ചിരിക്കുന്ന യോഗ്യതകളും അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മാത്രം മതിയാവും. അടുത്തത് റിവാർഡ്സ് ഓർ റിട്ടേൺ. പ്രതിഫലം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ് അവിടെ നേടുന്നത്.
എന്നാൽ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫീസാണ് ആ പ്രൊഫഷണൽസിന് ലഭിക്കുന്നത്. നേരെ മറിച്ച് ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ സാലറി അല്ലെങ്കിൽ വേജസ് ആണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത്. അടുത്തതായി മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അഥവാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഫോർ എ ബിസിനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ വലിപ്പത്തിനും അത് നടത്തുന്ന ബിസിനസ്സിനും അനുസരിച്ചായിരിക്കും ആ ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ കുറഞ്ഞ മൂലധനവും ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ വലിയ മൂലധനവും ആ ബിസിനസ്സിന് ആവശ്യമായി വരും. എന്നാൽ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നമ്മളൊരു പ്രൊഫഷനാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു ക്യാപിറ്റലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. തൻ്റെ പ്രൊഫഷന് ആവശ്യമായിട്ടുള്ള എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു റൂം, ആ റൂമിലേക്ക് തൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകളും മാത്രം മതിയാവും. നേരെ മറിച്ച് ഒരു എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ ക്യാപിറ്റൽ റിക്വയർഡ്. ഇവിടെ ഒരു രൂപ പോലും മൂലധനമായി ആവശ്യമില്ല. തൊഴിൽ ചെയ്യാൻ ആവശ്യമായ പശ്ചാത്തലവും അതിനുവേണ്ട എക്യുപ്മെൻസുകളും എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നഷ്ടസാധ്യത, റിസ്ക്. പ്രോഫിറ്റ് ആർ അൺസർട്ടൈൻ ആൻഡ് ഇറഗുലർ. റിസ്ക് ഈസ് പ്രസൻറ്റ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഒരു പ്രൊഫഷനെ ബിസിനസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ നഷ്ടസാധ്യതകൾ മാത്രമാണ് അതിനുള്ളത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികൾ കാണിക്കാനില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഫീസ് നഷ്ടമാവുന്നത്. എന്നാൽ താരതമ്യേന ഒരു ജനറൽ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു റെഗുലറായിട്ട് നടന്നു പോകുന്നതായിട്ട് കാണാം. എന്നാൽ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടസാധ്യതകൾ ഒന്നും തന്നെയില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓരോ മാസവും നിശ്ചിതമായിട്ടുള്ള വേതനം അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങളായ ബിസിനസ്, പ്രൊഫഷൻ, തൊഴിൽ എന്നിവയിൽ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ബിസിനസ് എന്നുള്ളത് ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വിവിധ തരം ബിസിനസ്സുകളെക്കുറിച്ചും ബിസിനസ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഘടകങ്ങളെക്കുറിച്ചും അതുപോലെ ഏതൊരു ബിസിനസ്സിനും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്.